Hello everyone, welcome back to Salt and Pepper. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കോഫി ബാർ ആണ്. മോൾഡ് ഒന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നമുക്കിതിന് ആദ്യം വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റ് ആണ്. ഞങ്ങളിവിടെ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റിനെ ഇനി ഒന്ന് പൗഡറാക്കി എടുക്കണം. നമ്മൾ ആ പാക്കറ്റിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ഇതിനെ പൊടിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളെ പാക്കറ്റാണ് ഇനി ഇതിൻ്റെ മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പാലോ ഫ്രഷ് ക്രീമോ യൂസ് ചെയ്യാം. ഞങ്ങൾക്കിവിടെ ഫ്രഷ് ക്രീം ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അടിയിൽ നമ്മൾ പൊട്ടിച്ചെടുക്കാൻ നേരം കട്ട പിടിച്ചിരുന്ന ബിസ്ക്കറ്റൊക്കെ കാണും. അതുമൊക്കെ നന്നായിട്ട് മിക്സായി വരണം ഈ പാലിലേക്ക്. അപ്പോൾ ഒരു ബ്രൗൺ കളറാവും. ഒത്തിരി തിക്കായിട്ടിരിക്കണമെന്നൊന്നുമില്ല, കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇനി നമ്മുടെ ക്രീം മോൾഡിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മുടെ മോൾഡായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് എടുത്തു. അതിലേക്ക് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കവറ് ഇറക്കി വെച്ചു. ഇതിലേക്കാണ് നമ്മുടെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മോൾഡിൽ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിക്കും കൂടെ നമുക്ക് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ചോക്ലേറ്റ് കോഫി ബാർ നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡായിട്ട് യൂസ് ചെയ്ത കവറങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കോഫിയും ഷുഗറും കൊണ്ടുള്ളൊരു മിക്സ് തേച്ച് കൊടുക്കണം. ഇത് നമ്മൾ ഡാൽഗോണ കേക്കിനും ഡാൽഗോണ കോഫിക്കും ഒക്കെ ഷുഗറും കോഫി പൗഡറും ചൂടുവെള്ളവും കൂടെ ബീറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ആ ഒരു മിക്സാണ്. ആ സെയിം മിക്സാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡാൽഗോണ കേക്ക് ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കയറി കാണുക. ഇനി നമുക്കിതിന് വേണമെങ്കിൽ ഒന്നുകൂടി ഫ്രീസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഒന്നുകൂടെ നല്ല സെറ്റായിട്ട് വരും. ആ കോഫിയുടെ ഫ്ലേവറും കൂടെ അതിനകത്ത് സെറ്റായി വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് ബൂസ്റ്റും കൂടെ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.